ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ബോഡിയാണല്ലോ. ഇതൊക്കെ എന്ത്? പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങോർന്നിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ബാക്ക് ബോൾ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിനെന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ ആൻഡ്രോയിഡ് ഇട്ടുണ്ടാ. ചുമ്മാ ഇരി. ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണാ? എനിക്ക് വിശ്വാസമില്ല. എന്ത് നല്ല മസിൽസ്. ഇത് ചെറുപ്പം മുതൽ ഉരുട്ടി കയറ്റിയതാ. ഞാൻ 10 വർഷം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു. വീട്ടില് ഫോട്ടോ ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണത് ഷഡ്ഡിയൊക്കെ ഇട്ടിട്ട്. 1 2 3 4. ഇവനാളൊരു സകല കളകല എന്തോടാ അത്? വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട്. അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നുള്ളൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ. നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. ആർക്കായിരിക്കാം സാധ്യത? ആണോ? സാരമില്ല. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു. മണ്ടത്തരവും ഈ ചിക്കൻ അല്ലാതെ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടോടാ? കോഴി കണ്ടു. ഇതാണെങ്കിലും ശരി. നീ ആരടാ? സാറ്റലൈറ്റാ? ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന നിന്റെ സംപ്രേഷണം. പന്നി. നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. ഈ മണ്ടത്തരം അല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ സാധിക്കണ്ടോ? വന്ന ദിവസം പോലെ നുണ പറയാനും ചതിക്കാനും ബാക്കിയുള്ളവരെ തല്ലുപിടിപ്പിക്കാനും അല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കണ്ടോ ചിന്തോ? ഭരിക്കാൻ വരില്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുതേ. ബ്രോ, ഒരുപാട് മണ്ടത്തരങ്ങൾ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരുമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. അത്രയും വേണോ സാർ? വേണം. കൺട്രോൾ കൺട്രോൾ. 2 മാസം വെക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ വാറിൽ പോയിക്കണം. പോയി നിൽക്കണമെന്ന് വെച്ചാൽ പാത്രം കഴുകാൻ. നമ്മൾ പാത്രം കഴുകാൻ നിൽക്കുന്ന ആളാണ് ക്ലീൻ ബോയ്. അപ്പോൾ പാത്രം കഴിയും. അപ്പോൾ ഞങ്ങൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഛർദ്ദിച്ചത് കോരിയിട്ടുണ്ടെങ്കിൽ 10 രൂപ കിട്ടും. ഞാൻ 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് 100 രൂപ കിട്ടും. അതൊന്നും ഒരു അറപ്പില്ലാണ്ട് കോരിയിട്ടുള്ളതാണ് ഞാൻ ഒരാളോടും പറയില്ല. പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് മാത്രം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഛർദ്ദിച്ച് പറഞ്ഞ് 10 രൂപയ്ക്ക് കോരിയമ്മയെന്ന്. എൻ്റെ അമ്മ നെഞ്ചതടിച്ച് നോളിയുണ്ട്, മോൻ എത്ര വേണമെന്ന്. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. പഠിക്കാൻ വേണ്ടി ദൈവമേ പറഞ്ഞ് അവനെ എല്ലാവരും താത്തിക്കെട്ടി മണ്ടനെന്ന് പറഞ്ഞ് താത്തിക്കെട്ടി നേരത്തെ ചങ്ക് പൊട്ടയച്ചു. ആൺകുട്ടികൾ കരയണത് മോശമല്ലേ കണ്ണാ? മോൻ തിരിച്ചു വരണം. അമ്മയുണ്ട്. അമ്മ എപ്പോഴും പറയാറുണ്ട് ഞാൻ വീടിന്റെ വിളക്കാണ്. അമ്മയാണ് വീടിന്റെ വിളക്ക്, അല്ലെങ്കിൽ ഞാനും ഈ സ്ഥലത്ത് നിൽക്കില്ല. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്.
ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. നീ മാന്യമായിട്ട് അടിച്ചു പൊളിച്ച് കളിക്ക്. കപ്പ് നിന്റെ കയ്യിലേക്ക്. ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. ഷോ തുടങ്ങിയ ആദ്യ ദിവസം വീട്ടിലെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ മണ്ടൻ എന്ന ടാഗ് നൽകി വില കുറച്ച് കണ്ട മത്സരാർത്ഥി 3 മാസങ്ങൾക്കിപ്പുറം ബിഗ് ബോസ് മലയാളത്തിന്റെ വിജയ കിരീടം ചൂടി. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിജയിയായി ജിൻഡോ മാറി. രാജയുടെ കളി ഇനി കേരളത്തിൽ. കൊടിയേറി മക്കളെ. ഇപ്പോ എൻട്രി, അതാവത് ഹീറോ എൻട്രി. അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. The King. The King Maker.